ഖത്തറിൽ വെള്ളിയാഴ്ച വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ദൃശ്യപരത മോശമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഈ വർഷത്തെ ഖത്തർ ട്രാവൽ മാർട്ട് ഈ മാസം 25 മുതൽ 27 വരെ നടക്കുന്ന പ്രദർശനത്തിൽ 300-ലധികം സ്ഥാപനങ്ങൾ പങ്കെടുക്കും. ഖത്തറിലെ ഉൾപ്രദേശത്ത് നിന്ന് പക്ഷികളെ വിളിക്കാനുള്ള സവായത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പിടിച്ചെടുത്തു. നിയമ നടപടികൾ സ്വീകരിച്ച ഉപകരണങ്ങൾ കണ്ടുകിട്ടിയതായും അധികൃതർ വ്യക്തമാക്കി. തൊഴിലവസരങ്ങൾ, ഓഫറുകൾ തുടങ്ങിയ തട്ടിപ്പുകളിൽ സൗദിയിൽ ജാഗ്രതാ നിർദ്ദേശം. സാമ്പത്തിക തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്നും സൗദി ബാങ്കിംഗ് മീഡിയ ആൻഡ് അവയർനെസ് കമ്മിറ്റി. സൗദി അറേബ്യയിൽ അധ്യാപക ലൈസൻസിംഗ് നടപടിക്രമങ്ങളിൽ ഇളവ്. അധ്യാപകർക്ക് പ്രൊഫഷണൽ പ്രാക്ടീസിന് ലൈസൻസ് ഇനി മുതൽ ആവശ്യമില്ല. സൈനിക പരിശീലനം നടക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ അബുദാബിയിൽ വലിയ ശബ്ദങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. നവംബർ 12-ന് ആരംഭിച്ച പരിശീലനം ഡിസംബർ 3 വരെ തുടരും. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇനി മുതൽ പുതിയ കേന്ദ്രം. പുസ്തകമേളയ്ക്ക് പുതിയ കേന്ദ്രം അനുവദിക്കാൻ ഷാർജ ഭരണാധികാരിയും സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ നിർദ്ദേശം. കുവൈത്തിൽ അധ്യാപകൻ 5 വർഷം തടവ്. വിദ്യാർത്ഥിയെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചതിനാണ് നടപടി.